I know, but I can never match your name to face my fault. I didn't notice it was out of place. You painted fairy tales on the wall, calling to the better of the halves of me. Please show me just a little bit of honesty. I'd hope I got a heart that I can salvage, but it's getting hard. Hi everyone, this is Jebin Saver. F1 എന്ന മൂവി റിലീസായപ്പോൾ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയത് F1 മൂവി അല്ല, അതിനെക്കാട്ടും ഹിറ്റ് ആയത് നമ്മുടെ മാക്കിലെ ലൈവ് വാൾപേപ്പർ ആണ്. യെസ്, ഈ ഒരു ലൈവ് വാൾപേപ്പർ എങ്ങനെ സെറ്റ് ചെയ്യാം, ഇത് വലിയ കോംപ്ലക്സ് ആണോ, വലിയ കോഡിങ് വേണോ എന്നിങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ നമ്മുടെ DM-ലേക്ക് വരുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു സിമ്പിൾ ട്യൂട്ടോറിയലാണ് ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത്. ഈ പറഞ്ഞ കാര്യം ചെയ്യാനായിട്ട് നമുക്ക് കോഡിങ്ങിൻ്റെ ആവശ്യമില്ല, ജെയിൽ ബ്രേക്കിങ്ങിൻ്റെ ആവശ്യമില്ല. ഒരു 8-10 സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പർ ലൈവ് വാൾപേപ്പർ ആക്കാം. വാൾപേപ്പർ അല്ല, വീഡിയോ ലൈവ് വാൾപേപ്പർ ആക്കാം. ഇത് നിങ്ങൾക്ക് ആനിമേഷൻ ഉണ്ടാക്കാം, അതോടൊപ്പം നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ചെയ്യാം. ഈ പറഞ്ഞ എല്ലാ കാര്യവും നിങ്ങളുടെ മാക്ബുക്കിന്റെ ഓപ്പൺ ചെയ്യുമ്പോൾ ആ ലൈവ് വാൾപേപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെ ഞാൻ പറയാം. ഇതേപോലെ നിങ്ങൾക്ക് അടിപൊളിയായ കാര്യം അറിയാൻ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് എവിൻ സേവിയർ. വെൽക്കം ബാക്ക് ടു എവിക. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഈ ഒരു പോർഷനിൽ അല്ലെങ്കിൽ ഞാൻ F1 റെഡ് എന്നൊരു വീഡിയോ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് പെട്രോണാസിന്റെ ഒരു മെർസിഡീസിന്റെ വീഡിയോ ആണ്. ആ ഒരു വീഡിയോയും ഫെറാറിയുടെ ഈവൻ F1 റെഡ് എന്ന വീഡിയോയും ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഈ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം അത് തന്നെയാണ്. സോ ക്ലിക്ക് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് വീഡിയോ ഡൗൺലോഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഓൾറെഡി വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ ഫോർമാറ്റ് നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും. F1red.mp4 ആണ്. അത് MOV എന്ന് പറഞ്ഞ ഫോർമാറ്റിലേക്ക് മാറ്റാം. സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുക്കുക, എന്നിട്ട് എൻ്റർ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ റിട്ടേൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ MP4 പോയി ബാക്ക് സ്പേസ് അടിച്ച് M വരെ ആക്കുക, OV അടിച്ചിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇവിടെ നമുക്കൊരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. കീപ് MP4 എന്നുണ്ട്, യൂസ് ആസ് അല്ലെങ്കിൽ use.mov എന്നുണ്ട്. നമ്മൾ MOV കണക്ട് ചെയ്യുക. ഇപ്പോൾ ആ ഒരു ഫയൽ ഫോർമാറ്റ് ഫോർവേഡ് അല്ലെങ്കിൽ കൺവേർട്ട് ആയിട്ട് MOVയിലേക്ക് മാറുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരെ നമ്മുടെ സെറ്റിംഗ്സ് എടുക്കാം. സെറ്റിംഗ്സിൽ വാൾപേപ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഞാൻ സൊണോമ ഹൊറൈസൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് എൻ്റെ ഈ പറയുന്ന ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ പെട്രോണാസിൻ്റെ വാൾപേപ്പറാണ്. ഇതേപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വാൾപേപ്പറാണ് വരേണ്ടത്. സോ ഞാനിവിടെ ഈ ലാൻഡ്സ്കേപ്പിൽ സുക്കോയുടെ സൺറൈസോ അല്ലെങ്കിൽ കാലിഫോർണിയ എന്ന് പറയുന്ന ഈ ഒരു വാൾപേപ്പർ ക്ലിക്ക് ചെയ്തു. ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ വാൾപേപ്പർ ചേഞ്ച് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു വാൾപേപ്പർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഈ ഒരു പോർഷനിലായിരിക്കും വാൾപേപ്പർ ഡൗൺലോഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണിക്കുക. വാൾപേപ്പർ ഡൗൺലോഡ് ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ റെഡ് വുഡ്സ് എന്ന് പറഞ്ഞ ഈ ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു വാൾപേപ്പർ ഇപ്പോൾ ഡൗൺലോഡ് ആവുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ഹെവി ഫയൽ ഉണ്ടാകും. 4K ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ടൈം എടുക്കും. നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ച് മാറും. ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. ഈ ഒരു ഓപ്ഷൻ വരെ ഞാൻ ഈ പറഞ്ഞ കാലിഫോർണിയാസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഞാനൊന്ന് ക്ലോസ് ചെയ്തു. ഇതിന് ശേഷം നമ്മുടെ ഈ പറഞ്ഞ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഗോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. കുറേയധികം ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഗോ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. കമ്പ്യൂട്ടർ വന്നു. ഇവിടെ മാക്കിൻതോഷ് HD എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഹാർഡ് ഡിസ്ക് സെലക്ട് ചെയ്യുക. ഇവിടെ കുറേയധികം ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്തു. ഇവിടെ ആപ്ലിക്കേഷൻ സപ്പോർട്ട് എന്ന് പറഞ്ഞ അടുത്തൊരു ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ കുറേയധികം ഫയൽസ് നമുക്ക് വന്നിട്ടുണ്ടാവും. ഈ ഒരു ഫയലിൽ ഈ .com apple.idleases അല്ലെങ്കിൽ ETSD എന്നുള്ള ഈ ഒരു ഫയല് നിങ്ങളുടെ മാക്കിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആ ഒരു മാക്കിൽ ഉണ്ടാവും. ആ ഒരു കറക്റ്റ് ഫയൽ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തെടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെയും കുറച്ച് ഓപ്ഷൻസ് കാണുന്നുണ്ട്. കസ്റ്റമർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്നുകൂടെ സെലക്ട് ചെയ്യാം. ഈ ഒരു ഫയലിലാണ് നമ്മുടെ വാൾപേപ്പർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ പറയുന്ന കുറേയധികം ഓപ്ഷൻസിൽ അവസാനത്തെ ഫോൾഡർ 4K HDR 240 ഫ്രെയിം പെർ സെക്കൻഡ് എന്നുള്ള ഫോൾഡർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും 2 വാൾപേപ്പറാണ് ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സുക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന വാൾപേപ്പർ ഞാൻ ഓൾറെഡി പെട്രോണാസിന്റെ സെലക്ട് ചെയ്ത വാൾപേപ്പറാണ്.
മാറിയിരിക്കുന്നത്. രണ്ടാമത്തെ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്തിരുന്ന ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വാൾപേപ്പർ, ആ ഒരു മൂവിങ് വാൾപേപ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തു. ഈ ഒരു വാൾപേപ്പർ ഇനി ഞാൻ കുറച്ചധികം കാര്യങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ F1 അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫെറാറിയുടെ റെഡ് വാൾപേപ്പർ ആക്കാൻ പോവാണ്. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ വീഡിയോയുടെ നെയിം കംപ്ലീറ്റ് ആയിട്ട് കോപ്പി ചെയ്യാൻ പോവാണ്. ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ആ ഒരു ഫുൾ കാര്യം വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു കൺഫർമേഷന് വേണ്ടി കമാൻഡ് A കൊടുത്തു, ഓൾ സെലക്ട് ആയി. കമാൻഡ് C കൊടുത്തു, അത് കോപ്പി ആയി. അതിനുശേഷം ഞാൻ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഒരു വാൾപേപ്പർ സെലക്ട് ചെയ്തു, എൻ്റർ ക്ലിക്ക് ചെയ്തു. ഞാനൊരു പേര് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തു. ആ ഒരു പേര് വന്നുകൊണ്ട് ഇവിടെ ഒന്നും കൂടെ MOV വന്നിട്ട് ഞാനത് കളഞ്ഞിട്ട് ജസ്റ്റ് എൻ്റർ കൊടുത്തു. ആ ഒരു പേര് അവിടെ സേവ് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഇനി നമ്മുടെ ഈ പറയുന്ന ഫോൾഡറിലെ വാൾപേപ്പർ കമാൻഡ് എൻ്റർ ഡിലീറ്റ് ചെയ്യുക. നമുക്ക് ആ പറഞ്ഞ പാസ്വേഡ് അടിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ ഡിലീറ്റ് ചെയ്തു. ആ ഒരു വാൾപേപ്പർ ഇപ്പോൾ ഡിലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ആ റിനെയിം ചെയ്ത വാൾപേപ്പർ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. നമ്മുടെ ഈ പറഞ്ഞ ആ ഒരു പാസ്വേഡ് ഓടിക്കും. നമ്മൾ പാസ്വേഡ് കൊടുത്ത് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ F1 റെഡ് എന്ന് പറഞ്ഞ വാൾപേപ്പറിൻ്റെ ആ ഒരു ഫയൽ നെയിം നമ്മൾ നേരത്തെ കൊടുത്ത വാൾപേപ്പറിൻ്റെ ആ ഒരു ഫയൽ നെയിം ആയിട്ടുണ്ട്. ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് 90% അല്ലെങ്കിൽ 95% വർക്ക് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഒന്നും കൂടെ ഈ പറഞ്ഞ സിസ്റ്റം സെറ്റിങ്സിലേക്ക് പോവാം. വാൾപേപ്പർ സെലക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ എടുത്ത കാലിഫോർണിയ എന്നുള്ള വാൾപേപ്പറിന് സെലക്ട് ചെയ്യുക. ഒന്നും വന്നിട്ടില്ല, യാതൊരു ചേഞ്ചും ഇല്ല. പക്ഷെ ആക്ച്വലി ഇത് മാറിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഷോ സ്ക്രീൻ സേവ് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്യുക. ഒന്നും കൂടെ ഷോ ഓൺ ഓൾ സ്പേസ് എന്ന ഓപ്ഷൻ ഓഫ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ ഓൺ ചെയ്യുക. ഇവിടെ ഞാൻ ജസ്റ്റ് ആ ഒരു സ്ക്രീൻ സേവർ ഓഫ് ചെയ്തപ്പോൾ തന്നെ വാൾപേപ്പർ പോപ്പപ്പ് ആയിട്ടുണ്ട്. ഞാനിവിടെ ജസ്റ്റ് മിനിമൈസ് ചെയ്യുമ്പോൾ എൻ്റെ വാൾപേപ്പർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ വാൾപേപ്പർ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാക്ക് ഒന്ന് ലോക്ക് ചെയ്ത് നോക്കിക്കേ. ഈ പറയുന്ന സ്ക്രീനിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു വാൾപേപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ വാൾപേപ്പറും ലൈവ് വാൾപേപ്പർ അല്ലെങ്കിൽ വീഡിയോസ് ലൈവ് വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പോൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. അടുത്തൊരു കാര്യം, എൻ്റെ കുറച്ച് സജഷൻസ് ഞാൻ പറയാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 20 സെക്കൻഡിനുള്ളിൽ തന്നെ വീഡിയോ സെറ്റ് ചെയ്ത് പറ്റുമെങ്കിൽ ആ ഒരു 20 സെക്കൻഡിനുള്ളിൽ മാക്സിമം വീഡിയോ സെറ്റ് ചെയ്യുക. കാരണം കുറേ അധികം നേരം ലൂപ്പായിട്ട് സ്ക്രീൻ ഓൺ ആക്കി വെക്കണേക്കാളും നല്ലതാണ് റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു 20 സെക്കൻഡിൻ്റെ വീഡിയോ മാത്രം റൺ ചെയ്യുക എന്ന് പറയുന്നത്. 45 സെക്കൻഡ് നോക്കുമ്പോൾ കുറേ നേരം കിടന്ന് ഇങ്ങനെ ഓടുമ്പോൾ നമുക്ക് ബോറടിക്കും. അതുകൊണ്ടാണ് ഒരു 20 സെക്കൻഡിൻ്റെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. നിങ്ങളുടെ പേഴ്സണൽ വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമേഷൻ വീഡിയോ കുട്ടികൾക്ക് വെക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഡോറ ബുജ്ജി, അതേപോലെ നമ്മുടെ എന്താ പറയുക ജാക്കി ചാൻ, അങ്ങനത്തെ കുഞ്ഞു വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാക്കിൽ പിള്ളേർക്കൊക്കെ ഇട്ട് കൊടുത്ത് ഇതേപോലെ കാണിക്കാനൊക്കെ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പറഞ്ഞ F1 വീഡിയോസും ബാക്കി കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓരോ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോയിലെ എല്ലാ സ്റ്റെപ്സും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. റെഗുലറായിട്ട് ആപ്പിളിൻ്റെ കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് ജെബിൻ സേവിയ signing from Erika. Came in and you're looking like a sign of grace. I know, but I can never match your name or face. My fault, I didn't notice it was out of place. You paint